പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൽക്കർമ്മങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് പാരിതോഷികങ്ങൾ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. റമദാൻ നല്ല പൊരി വെയിലിലായത് കാരണം നല്ല ക്ഷീണത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. റമദാൻ മാസം എൻ്റെ തലോടലും എൻ്റെ സ്നേഹപരിചരണങ്ങളും ലഭിക്കാതെ പാവപ്പെട്ട എൻ്റെ കുറേ പക്ഷികളുണ്ട് ഇവിടെ. ഞാനൊരു 10 മണിയാവുമ്പോൾ തന്നെ എൻ്റെ ജോലി കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഫാനിൻ്റെ ചോട്ടിൽ കിടക്കുന്ന എന്നെ കാത്ത് നിൽക്കുന്ന എൻ്റെ കോഴിയും എൻ്റെ പ്രാവും എല്ലാം കൂടി എല്ലാവരും വിഷമത്തിലാണ്. ഇവരെന്നെ കണ്ട ഇതുപോലെ കിടന്ന് ഞാൻ തലയൊക്കെ ഒഴിഞ്ഞ് അവരെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു രീതിയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരൊക്കെ എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. കാരണം 10 മണിയാവുമ്പോൾ എന്നെ കാണാനും ഇല്ലാതാവും. ആ കാരണം കൊണ്ട് തന്നെ എല്ലാവരും പിണക്കത്തിലാണ്. ഇതെൻ്റെ ദേവൂട്ടിയാണ്. മുട്ടയിടാനായി കയറിയിരുന്നതാണ്. എന്നെ കണ്ട പാടെ ഇറങ്ങി എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്ന് നിന്ന്. അപ്പോൾ എടുത്തുകൊണ്ട് വന്നതാ ഒന്ന് തലോടി സമാധാനിപ്പിച്ച് വിടാമെന്ന് കരുതി. സ്നേഹിക്കാൻ മനുഷ്യരെക്കാളും ബെറ്ററാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ. അവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ നമുക്ക് തിരിച്ചു നൽകും. അതാണ് ഞാനിവരിൽ നിന്ന് പഠിച്ചൊരു പാഠം. കൂടുതൽ സമയം എനിക്ക് അവൾക്ക് മാത്രമായി പകുത്തു കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവളോട് തൽക്കാലം പുറത്തേക്ക് വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ മറ്റൊരു കുറുമ്പികളുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയതാണ്. ഇവരെന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. പെൺപ്രാവ് മുട്ടയിട്ട് അടകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എണീറ്റ് നിന്ന് എൻ്റെ നേരെ ചിറകിട്ട് കുടയാനൊക്കെ തുടങ്ങി. 2 ദിവസം ഇവരെടുത്ത് വരാതിരുന്നാൽ തന്നെ ഇവർക്ക് നല്ല ദേഷ്യമാണ്. അല്ലെങ്കിൽ ഇവരതൊന്നും ചെയ്യാത്തതാണ്. അപ്പോൾ മുട്ടയിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ കാവൽക്കാരൻ ഇവിടെ ഒരു സൈഡായിട്ട് എപ്പോഴും വിശ്രമത്തിലാണ്. വയറ് നിറയ്ക്കുക, വിശ്രമിക്കുക, ഇത്ര മാത്രമേ ഞങ്ങൾക്കുള്ള ജോലി വീട്ടിലുള്ളൂ. ചെറിയൊരു ചേമ്പ് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കൂടുതൽ വിത്തൊന്നും കാണാൻ സാധ്യതയില്ല. എന്നാലും അതൊന്ന് പറിച്ചെടുത്തു. വളരെ കുറഞ്ഞ വിത്തുകളെ ഇതിനുള്ളൂ. എനിക്കത് മതി താനും. ഞാനൊരു ചെറിയ സൂപ്പ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ഒരു പരീക്ഷണമാണ്. ഞാനത് വീഡിയോ ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോ ഞാൻ വേറെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിത് പറിച്ചെടുക്കുന്നു എന്ന് മാത്രം. 2 ദിവസമായിട്ട് ചെറിയ തോതിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ചേമ്പൊക്കെ നമ്മൾ കൈകൊണ്ട് ഇളക്കിയാൽ തന്നെ നമുക്ക് വിത്തെടുത്ത് പോരാൻ പറ്റുന്ന രീതിയിലേക്ക് മണ്ണ് നനഞ്ഞിട്ടുണ്ട്. ചേമ്പ് പറിക്കാനും തൊലി ചെത്താനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം അതൊക്കെ നമ്മൾ നല്ല രീതിയിലേക്ക് പഠിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് ചേമ്പും ചിക്കനും കൂടെ ഒരു സൂപ്പാണ് വെക്കാൻ പോകുന്നത്. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ, ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി ഞാൻ കുബൂസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. കുബൂസിന് ഞാനിവിടെ ഈസ്റ്റ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 3 ഗ്ലാസ് പൊടിയാണ് ഈ അളവ്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് നന്നായി ജോയിൻ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ കലക്കി വെച്ച ഈസ്റ്റ് അതിലേക്ക് ഒഴിച്ച് നമ്മളിനി നന്നായി ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പൂൺ കൊണ്ട് നമ്മൾ ഏകദേശമൊക്കെ നല്ല രീതിയിൽ അത് ജോയിൻ്റ് ആക്കി കുഴക്കുന്ന പരുവത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുത്താൽ നമ്മൾ കയ്യിൽ കൂടുതൽ അത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവുകയില്ല. ഇപ്പം നന്നായി അത് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്പൂണ് മാറ്റി കൈകൊണ്ട് അത് പതിയെ പതിയെ കുഴച്ച് എടുക്കുക. മാവ് നല്ല ഡ്രൈ ആണെങ്കിൽ നമുക്ക് കുറേശ്ശെ പച്ചവെള്ളമൊക്കെ ചേർത്ത് അതിനെ കുഴച്ച്
മയപ്പെടുത്തിയെടുക്കാം. നമ്മൾ ചൂടുള്ള അരിപ്പൊടി കുഴച്ചെടുക്കുന്ന അത്ര റിസ്ക് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്കിത് തണുത്ത വെള്ളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 2 മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ 2 മണിക്കൂറാണ് വെക്കുന്നത്. അതിൽ കുറഞ്ഞ സമയം 1 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായി അത് പൊങ്ങി വരും. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായി പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെക്കുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റായിട്ട് കുഴച്ച് വെച്ചാൽ ഇത് കൂടുതൽ പൊങ്ങി വന്നാലും ലൂസാവില്ല. നല്ല ലൂസായിട്ടാണ് നമ്മൾ കുഴച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ അല്പം പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിന് എണ്ണയില്ലാത്ത ഒരു പഴയ പാനിൽ ചുട്ടെടുക്കാം. പാന് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കുബൂസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിന് കുമിളകൾ പൊന്തി വരുന്നത് കാണാം. നമ്മൾ വേഗം അതിന് മറിച്ചിട്ട് കൊടുക്കുക. കുബൂസ് ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ടാവും. പാൽപ്പൊടിയും കോഴിമുട്ടയും ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കുബൂസിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കുബൂസ് കഴിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ കടകളിൽ നിന്ന് കുബൂസ് പിന്നെ വാങ്ങാതിരിക്കും. അത്രയും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ടേസ്റ്റിയായ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ചേമ്പും കൂടെ നല്ലൊരു ഗ്രേവി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാവുന്നതാണ്. ചേമ്പും ചിക്കനും കൂടെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കാതെ സൂപ്പാക്കി ചേമ്പും ചിക്കനും കൂടെ വെച്ചാലും വളരെയധികം ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വിഭവങ്ങളും കാഴ്ചകളുമായി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.